ഹായ് ഫ്രണ്ട്സ്, മല്ലു ട്രാവൽ റെക്കോർഡ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയാണ് സന്ദർശിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഫോർട്ട് കൊച്ചിയിലെ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സും ബീച്ചും പിന്നെ മട്ടാഞ്ചേരി പാലസ്, ജൂ ടൗൺ, അത് കഴിഞ്ഞ് ജൂ സിനഗോഗുമാണ് കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഫോർട്ട് കൊച്ചി വേളി ഗ്രൗണ്ടിൻ്റെ അടുത്താണ്. ഇവിടെ നിന്ന് ഫോർട്ട് കൊച്ചി ബീച്ചിലെത്തുവാൻ ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട്. എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇവിടെ INS ദ്രോണാചാര്യ ഇന്ത്യൻ നേവിയുടെ നേവൽ ഗണ്ണറി സ്കൂളാണ്. അതുകൊണ്ടാണ് റോഡിൽ ബാരിക്കേഡ് വെച്ചിരിക്കുന്നത്. ഇതിനടുത്താണ് നേവൽ മെരിടൈം മ്യൂസിയം. ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രം അറിയാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ സന്ദർശിക്കുക. ബീച്ച് എത്താറായി. ഫോർട്ട് കൊച്ചി ബീച്ചാണ് മഹാത്മാഗാന്ധി ബീച്ച് എന്നറിയപ്പെടുന്നത്. രാവിലെ 10 മണിയായി. വെളിയിൽ നല്ല വെയിലാണ്. ബീച്ചിന്റെ പാരലൽ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് എല്ലാം കാണാനുള്ളത്. അപ്പം ആദ്യം ബീച്ചും പിന്നെ ചീനവല, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് കാണാം. നല്ല വെയിലുള്ളത് കാരണം ബീച്ചിൽ ആരും ഇറങ്ങുന്നില്ല. ആ കാണുന്നതാണ് വ്യൂ പോയിന്റ്. ഈ വ്യൂ പോയിന്റിലാണ് വൈകുന്നേരം സൺസെറ്റ് കാണാൻ എല്ലാവരും വരുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ ബീച്ചിന്റെ ഇങ്ങേയറ്റത്തുനിന്ന് അങ്ങേയറ്റം വരെ കാണാം. ആ കാണുന്നതാണ് സിനിമ സ്പോട്ട് വ്യൂ. ഇത് തകർന്നു പോയ ഇമ്മാനുവൽ ഫോർട്ടിൻ്റെ ഗണ്ണറിയാണ്. പണ്ട് പോർച്ചുഗീസുകാർ ശത്രു കപ്പലുകൾ കരയ്ക്കടുക്കുന്നത് ചെറുക്കുവാൻ ഉപയോഗിച്ചിരുന്നു. ഈ കാണുന്നത് 1956 മുതൽ 1976 വരെ കൊച്ചിൻ ഡ്രൈഡോക്കിൽ ട്രെയിനുകളുടെ പ്രവർത്തനത്തിനായി ഉപയോഗിച്ചിരുന്ന സ്റ്റീം ബോയിലേഴ്സ് ആണ്. ഇത് ഗ്രേറ്റ് ഫയർ ഓഫ് കൊച്ചിൻ 1890 മെമ്മോറിയൽ പില്ലർ. 1890കളിൽ കൊച്ചിക്കാരൻ നിർമ്മിച്ച ചന്ദ്രഭാനു എന്ന മരക്കപ്പൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും പിന്നെ ആ കപ്പൽ കത്തി ഉണ്ടായ ദുരന്തങ്ങളുടെ ഓർമ്മയ്ക്കായാണ് ഈ സ്തൂപം ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത്. സ്കോട്ട്ലാൻഡിൽ നിന്നും 1938 കൊച്ചിൻ തുറമുഖത്ത് മണൽ വാരാൻ കൊണ്ടുവന്ന ലോർഡ് വില്ലിംഗ്ടൺ കപ്പലിലെ 4 നങ്കൂരങ്ങളിൽ ഒന്നാണിത്. ഹതഭാഗ്യവശാൽ 1979 ഈ കപ്പൽ അപകടത്തിൽപ്പെട്ട് അറേബ്യൻ കടലിൽ മുങ്ങിപ്പോയി. അടുത്ത് നമ്മൾ ചീനവലകളാണ് കാണാൻ പോകുന്നത്. ചൈനയിൽ നിന്നും വന്ന യാത്രികൻ ഷെൻഹി ചീനവലകൾ കൊച്ചിയിൽ പരിചയപ്പെടുത്തിയതായി കരുതപ്പെടുന്നു. AD 1350 1450 ഇടയിലാണ് കൊച്ചി തീരത്ത് ചീനവലകൾ പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ ഇന്ത്യയിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. 200 രൂപ കൊടുക്കുകയാണെങ്കിൽ ചീനവലയിൽ മീൻ പിടിക്കുന്ന രീതികൾ നേരിട്ട് കാണുവാനും അതിൽ പങ്കുചേരുവാനും സാധിക്കും. ചീനവലകൾ കഴിഞ്ഞാൽ കാണുന്നത് ഫോർട്ട് കൊച്ചിയുടെ വാട്ടർ മെട്രോ സ്റ്റേഷനാണ്.
കടൽ തീരത്തുള്ള കാഴ്ചകൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് കാണാൻ റിവർ റോഡിലേക്ക് പോകാം. ഇവിടെ ഇടതുഭാഗത്ത് ആദ്യം കാണുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ വിങ്സ് ഗ്രാഫിറ്റിയാണ്. വൈകുന്നേരങ്ങളിൽ ഫോട്ടോ എടുക്കാൻ ഏറ്റവും തിരക്കാവുന്ന ഇടമാണിത്. ഇതിന് തൊട്ട് മുന്നിൽ വലതുഭാഗത്തായി ഡച്ചുകാർ 1667 നിർമ്മിച്ച ബാഷൻ ബംഗ്ലാവ് കാണാം. ഇൻഡിപെൻഡൻസിന് ശേഷം ഇത് സബ് കളക്ടറുടെ ഔദ്യോഗിക വസതിയായിരുന്നു. പിന്നീട് കേരള സർക്കാർ ഇത് പൈതൃക കെട്ടിടമായി പ്രഖ്യാപിക്കുകയും 2016 ജില്ലാ പൈതൃക മ്യൂസിയമായി മാറ്റുകയും ചെയ്തു. ബാഷൻ ബംഗ്ലാവിൻ്റെ എതിർഭാഗത്താണ് അൽഫോൺസ മറിയ ബംഗ്ലാവ്. ഇവിടെ നിന്നും 50 മീറ്റർ മുന്നോട്ട് നടന്നാൽ വാസ്കോഡ ഗാമയെ ആദ്യം അടക്കിയ സെൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ചിലെത്താം. 1498 മെയ് 20 വാസ്കോഡ ഗാമ കോഴിക്കോടിൽ വന്നത്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ സെയിലറാണ് ഗാമ. 1524 സെപ്റ്റംബറിൽ ഗാമ വൈസ്രോയി എന്ന പദവിയോടെ ഇന്ത്യയുടെ ഗവർണറായി നിയമിതനായി. എന്നാൽ 1524 ഡിസംബർ 24 മലേറിയ ബാധിച്ച് തൻ്റെ 64-ാം വയസ്സിൽ നിര്യാതനായി. വാസ്കോഡി ഗാമയുടെ മൃതദേഹം ആദ്യം സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിൽ സംസ്കരിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ 1539 പോർച്ചുഗലിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഈ പള്ളിയുടെ തൊട്ട് പിറകിലാണ് വാസ്കോഡ ഗാമ താമസിച്ചിരുന്ന വീട്. സൂപ്പർ ഹിറ്റായ മലയാള സിനിമ ബിഗ് ബിയിലെ മമ്മൂട്ടിയും സഹോദരങ്ങളും താമസിക്കുന്ന വീടാണിത്. ഇപ്പോൾ ഇത് വാസ്കോ ഹോം സ്റ്റേ എന്നറിയപ്പെടുന്നു. ഇവിടെ എവിടെ നോക്കിയാലും വഴിയോര കച്ചവടക്കാർ കാണാം. സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിൽ നിന്നും കുറച്ച് മുന്നോട്ട് പോയാൽ വലതുഭാഗത്ത് AD 1914 സ്ഥാപിച്ച കൊച്ചിൻ ക്ലബ് കാണാം. ഇത് ഹെറിറ്റേജ് ബിൽഡിംഗ് ആയ ഡേവിഡ് ഹാൾ. AD 1695 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇത് നിർമ്മിച്ചത്. ഇവിടെ വച്ചാണ് ഡച്ച് ഗവർണറായിരുന്ന മാൻഡ്രീഡ് ഹോർട്ടസ് മലബാരിക്കസ് ഗ്രന്ഥം എഴുതി തുടങ്ങിയത്. ഇവിടെ താമസിച്ചിരുന്ന ജൂത വ്യവസായി ഡേവിഡ് കോഡറിൻ്റെ പേരിലാണ് ഇപ്പോൾ കെട്ടിടം അറിയപ്പെടുന്നത്. അടുത്ത് കാണാൻ പോകുന്നത് ഡച്ച് സെമിത്തേരിയാണ്. ഈ സെമിത്തേരി രാജ്യത്തിലെ ഏറ്റവും പഴക്കമുള്ള സെമിത്തേരിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രവേശന കവാടത്തിൽ 1724 എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാം. അക്കാലത്തെ ഡച്ച് വാസ്തുവിദ്യ ശൈലിയിൽ നിർമ്മിച്ചതാണ് ഈ സെമിത്തേരി. പല ശവകുടീരങ്ങളും കരിങ്കല്ലും ചുവന്ന ലാറ്ററൈറ്റും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വലിയതും ചെറുതുമായ ശവകുടീരങ്ങൾ കാണാം. ഇതിൽ കൊത്തിവച്ചിരിക്കുന്ന ലിപികൾ പഴയ ഡച്ച് ലിപികളാണ്. വെളിയിൽ പൊരിഞ്ഞ വെയിലാണ്. വൈകുന്നേരം വരുന്നതായിരിക്കും നല്ലത്. വൈകുന്നേരം ഇവിടുത്തെ തെരുവുകളും കഫേയും കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. അടുത്ത് മട്ടാഞ്ചേരിക്കാണ് പോകുന്നത്. ആദ്യം മട്ടാഞ്ചേരി പാലസ് ആണ് സന്ദർശിക്കുന്നത്. മട്ടാഞ്ചേരി പാലസ് എത്തി.
പാർക്കിങ്ങിന് 30 രൂപയാണ്. പാലസിന്റെ ഫ്രണ്ട് സൈഡ് മട്ടാഞ്ചേരി സ്ട്രീറ്റിൽ പാർക്ക് ചെയ്യാൻ 60 രൂപയാണ്. അപ്പോൾ നമുക്കിനി പാലസ് കണ്ടിട്ട് വരാം. ഇതാണ് പാലസിന്റെ മുൻഭാഗത്തെ എൻട്രൻസ്. AD 1557 കൊച്ചി രാജാവായിരുന്ന രാജവീര കേരളവർമ്മയ്ക്ക് സമ്മാനമായി പോർച്ചുഗീസുകാർ നിർമ്മിച്ചതാണ് ഈ കൊട്ടാരം. ഈ കൊട്ടാരം ഡച്ച് പാലസ് എന്നും അറിയപ്പെടുന്നു. കൊട്ടാരത്തിനുള്ളിൽ വീഡിയോ എടുക്കാൻ അനുവാദമില്ല. മ്യൂസിയം ആഴ്ചയിൽ എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കുന്നു. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പ്രവർത്തന സമയം. ഒരാൾക്ക് 5 രൂപയാണ് എൻട്രി ഫീസ്. ആദ്യം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിനു ശേഷം ഈ ആപ്പിലൂടെ പേ ചെയ്യണം. ഗാലറിക്കുള്ളിൽ നമ്മൾ കാണുന്നത് 1892 മുതലുള്ള കൊച്ചിയുടെ സ്റ്റാമ്പ് ശേഖരണം, 1783 മുതലുള്ള സ്വർണം വെള്ളി നാണയ ശേഖരം, കൊച്ചിയുടെ മാപ്പുകൾ, കൊച്ചിയുടെ ചരിത്രം, കൊച്ചി രാജകുടുംബത്തിലെ വസ്ത്രധാരണയും അതിൻ്റെ ചരിത്രവും, കൊച്ചി രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന തലപ്പാവുകളുടെ ശേഖരം, പല്ലക്കുകൾ, അതുമല്ലാതെ കൊട്ടാരത്തിൽ മനോഹരമായ ചുവർച്ചിത്രങ്ങളുടെ ശേഖരമുണ്ട്. ഇവിടെയെല്ലാം കണ്ടു കഴിഞ്ഞു. അടുത്ത് കൊച്ചി ടൂറിസ്റ്റ് ബോട്ടിംഗ് സെന്റർ കണ്ടതിന് ശേഷം ജൂ ടൗണിലേക്ക് പോകണം. പാലസിന്റെ എതിർഭാഗത്താണ് കൊച്ചിൻ ടൂറിസ്റ്റ് ബോട്ടിംഗ് സെന്റർ. ബോട്ട് സർവീസിന്റെ ആൾക്കാർ ആരെയും കണ്ടില്ല. ഇതാണ് മട്ടാഞ്ചേരി മാർക്കറ്റ്. അടുത്ത് നമ്മൾ പോകുന്നത് ജൂ ടൗണിലേക്കാണ്. ഇവിടെയും രണ്ട് വശത്തും കടകളാണ്. പണ്ട് ജൂതന്മാർ ഇസ്രായേലിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് താമസിച്ചിരുന്ന സ്ഥലമാണ് ജൂ സ്ട്രീറ്റ് എന്നും ജൂ ടൗൺ എന്നും അറിയപ്പെടുന്നത്. ഇപ്പോൾ ജൂ സ്ട്രീറ്റ് പൈതൃക ഘടകമായി സംരക്ഷിച്ചു പോകുന്നു. ഈ റോഡ് തീരുമ്പോഴാണ് സിനഗോഗിലേക്കുള്ള എൻട്രൻസ്. കേരളത്തിലെ 7 ജൂ സിനഗോഗുകളിൽ 4 എണ്ണം കൊച്ചിയിലാണുള്ളത്. അതിലൊന്നായ AD 1568 നിർമ്മിച്ച പരദേശി സിനഗോഗാണ് ഇന്ന് നമ്മൾ സന്ദർശിക്കുന്നത്. ഇവിടുത്തെ പ്രവേശന സമയം വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. ശനിയാഴ്ച അവധി ദിവസമാണ്. ആ കാണുന്നത് AD 1760 നിർമ്മിച്ച ക്ലോക്ക് ടവറാണ്. ഇവിടുത്തെ എൻട്രി ഫീസ് 10 രൂപയാണ്. ആദ്യം ജൂതന്മാരും കൊച്ചി രാജാക്കന്മാരും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം കാണിക്കുന്ന പെയിന്റിംഗ് ഹാളിലേക്കാണ് പോകുന്നത്.
അടുത്ത് നമുക്ക് സിനഗോഗിൻ്റെ ഉള്ളിലേക്ക് കയറാം. സിനഗോഗിൻ്റെ തറ 18-ാം നൂറ്റാണ്ടിൽ ചൈനയിൽ നിന്നും കൊണ്ടുവന്ന കൈകൊണ്ട് വരച്ച നീല വില്ലോ പാറ്റേൺ ഫ്ലോർ സെറാമിക് ടൈൽസ് ആണ്. പിച്ചള പാളികൾ കൊണ്ടാണ് ഈ പ്രസംഗപീഠവും ഇവിടുത്തെ തൂണുകളും നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് സിനഗോഗിൻ്റെ വിശുദ്ധ ആർക്ക്. സിനഗോഗിൻ്റെ ഉള്ളിൽ പ്രകാശം നൽകുന്നത് 15-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ നിന്നും ബെൽജിയത്തിൽ നിന്നും കൊണ്ടുവന്ന വിളക്കുകളാണ്. ബാൽക്കണിയിലേക്കുള്ള വഴി അടച്ചിരിക്കുകയാണ്. ആദ്യകാല കൊച്ചി ജൂത നേതാവായിരുന്ന ജോസഫ് റവാന് നൽകിയ പദവികളുടെ 10-ാം നൂറ്റാണ്ടിലെ ചെമ്പ് തകിടുകൾ ഇവിടെ സൂക്ഷിക്കുന്നു. യഹൂദ മതത്തിൻ്റെ പ്രതീകമായ ദ സ്റ്റാർ ഓഫ് ഡേവിഡ് ആണ് ഈ കാണുന്നത്. കേരള വാസ്തുവിദ്യ ശൈലിയിലാണ് സിനഗോഗ് പണിതിരിക്കുന്നത്. ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി. നിങ്ങൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണും വരെ